ആയിക്കോട്ടെ, ഞാൻ ചോറ് കഴിക്കാൻ പോണേ. ഇന്ന് മോര്, പച്ചമോര് എല്ലാം തല്ലിക്കലക്കപ്പെട്ടത്. പച്ചമോര്, പിന്നെ കൊഴിയാളം മീൻ, പുളിഞ്ചിക്ക ഉണ്ടായിരുന്നേ. പിന്നെ ചൂരമീൻ ഇന്നലത്തെ ഇത് കേട്ടാ, അത് കളയാൻ പറ്റില്ലല്ലോ. ഇന്നലത്തെ പൊരിച്ച മിച്ചം അത് ഇന്നും ചൂടാക്കി. ഓക്കെ, കഴിച്ചു നോക്കട്ടെ. മോരും മീൻ വറുത്തതും മതി, സൂപ്പറാ. മീൻ കറിയും മോരും കൂടെ നല്ല ടേസ്റ്റ്. കഴിച്ചു നോക്കട്ടെ കൂട്ടുകാരെ. സൂപ്പറാ. ഇപ്പോഴത്തെ മീനൊന്നും കൊള്ളത്തില്ല, അതാ ഞാൻ വറുക്കുന്ന കൂട്ടുകാരെ. ഇപ്പോഴത്തെ മീനൊന്നും ഇത്ര പച്ചയായിട്ടല്ലല്ലോ ഇവിടെ കിട്ടത്തില്ല. വല വിഴിഞ്ഞത്താ പോവാറാ പോണം പച്ച മീൻ മേടിക്കണമെങ്കിൽ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ നല്ലപോലെ മൊരിച്ചെടുത്ത്. ഇന്ന് മോര് മാത്രം, പച്ചക്കറി ഒന്നും മേടിക്കാൻ പോയില്ല. മീൻ കറി. ഓക്കെ, എല്ലാവരും സന്തോഷമായിരിക്കുക. എന്നെ എല്ലാവരും ഒന്നും അറിഞ്ഞുകൂടെന്നും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ, കമൻറ്റുകൾ. എനിക്ക് പുരാണ കഥകളൊന്നും അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞ് പരസ്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. പുരാണ കഥകളൊന്നും ആരും പഠിച്ചോണ്ടല്ല വരുന്നു. ബൈബിള് വായിച്ചാലും ഖുറാൻ വായിച്ചാലും ഭാഗവതം വായിച്ചാലും രാമായണം വായിച്ചാലും ഒന്നും നമുക്ക് അറിവൊന്നും നേടാൻ സാധിക്കത്തില്ല. നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകി പരിചയപ്പെട്ട് വന്ന് അവർ സംസാരിക്കുന്നതും പലരുമായി സംസാരിച്ചതിലൂടെ മാത്രമേ നമുക്ക് അറിവ് ലഭിക്കുകയുള്ളൂ. പുസ്തകം മാത്രം വായിച്ചെന്ന് പറഞ്ഞ് ഒരറിവും ലഭിക്കത്തില്ല. എന്നോട് ചോദിക്കുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ, പുരാണ കഥകൾ വായിച്ചിട്ടുണ്ടോ, ചുമ്മാ വായിത്തോന്നെന്ന് പറയുന്നു. എനിക്ക് നല്ലപോലെ എല്ലാം അറിയാം. ഞാനെല്ലാം തമാശകൾ കാണിക്കും.